ഹായ് ഫ്രണ്ട്സ്, കനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ ഫ്രൈ ആണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. കൂന്തൾ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് കൂന്തളിൽ നിന്നും ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടിച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയുള്ളി 2 പീസായിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ചുവന്നുള്ളി നന്നായി ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ സൈസിലുള്ള ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതധികം ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗരം മസാലയാണ് ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാൻ ഇളക്കാൻ കുറച്ച് വൈകിപ്പോയതുകൊണ്ട് കുറച്ച് അടി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക്
കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. കൂന്തളിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂന്തൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അത് പ്രശ്നമില്ല. വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കൂന്തൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂന്തൽ വേവിച്ചെടുത്ത കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കുക്കറിൽ നമ്മൾ വേവിച്ചിട്ടില്ലെങ്കിൽ ഇത് കുറേ സമയം നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് അധികം വറ്റിക്കാതെ എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.